ഹലോ ഗായ്സ്, വെൽക്കം ടു ഗെയിം ടൈം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഡൂഡ് കഫെയറിൻ്റെ പാർട്ട് 5 or 6 എന്തോ ആണ് കളിക്കാൻ പോകുന്നത്. 5 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ അതുപോലെ നമ്മൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവരും മറക്കാതെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ലൈക്ക് അടിക്കാൻ മറക്കുക. ഇന്നത്തെ ടാർഗറ്റ് ഒരു 100 ലൈക്ക് തന്നെ ഗൈസ്. 100 ലൈക്ക്. അപ്പോൾ ഗൈസ്, എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. നമ്മുടെ കാർ നീങ്ങി പോകണം ഗൈസ്. നമ്മളൊരു തട്ടിപ്പോൾ അപ്പോൾ ഗൈസ്, ഇതെന്താണ് ഡോഗ് ചാർജർ സമൂസ കാറ്. ഏതോ ഒരു കാറ്. എന്തായാലും നമുക്ക് നേരെ അങ്ങ് വിടാം ഗൈസ്. പറപ്പിച്ച് വിടാം. അറിയാലോ എന്താ മിഷൻ എന്നറിയാലോ. മിഷൻ ഡൂഡുമോൻ 3000 രൂപ ഇവിടെ വരുത്തുന്നതായിരുന്നു. മോഷ്ടിക്കുന്നുണ്ട് നമുക്ക്. അതിനു മുമ്പ് ഇവിടെ ഒന്ന് പോയി നോക്കാം. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി ഗൈസ്, ഇവിടെ സോംബി ഉണ്ടെന്ന്. റിയൽ ആണോ അല്ലെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്നാലും നോക്കാം. ഏതൊരു ബട്ടൺ ഞെക്കുമ്പോൾ ഏതാണ് ബട്ടൺ? കീബോർഡിൽ വല്ലതും ആണ്. നോക്കട്ടെ. ഇതല്ലല്ലോ. ഇവിടെ ഗൈസ്, ഇവിടെ എന്തോ കാണിച്ചിട്ടുണ്ട്. ഡോ നോട്ട് പ്രസ്. ഇത് തന്നെ ഗൈസ്. ഡേഞ്ചർ ഒന്നുമില്ല ഗൈസ്. റിസ്ക് ഒക്കെ നമുക്ക് റിസ്ക് സാപ്പിടണം മാതിരി. സോംബി ക്രിസ്മസ് എഡിഷൻ ആണെന്ന് തോന്നുന്നു കേട്ടാ. അതായത് മാറ്റാൻ പറഞ്ഞു സോംബിനെ. ക്രിസ്മസ് എഡിഷൻ സോംബിനെ കൊണ്ട് വാങ്ങിയിരിക്കുക. നമുക്കിതൊക്കെ എന്ത് ഗൈസ്, നമുക്കിതൊക്കെ അങ്ങ് പിടിച്ചങ്ങ് പോയാൽ മതി. അതാരാണ്? കാറെ ബോംബെറിയും. സോംബി ബോംബെറിയും. സോംബീസ് ബോംബെറിയും. സോംബി നമ്മൾ ഡാൻസ് കളിപ്പിച്ച് മാറ്റി ഗൈസ്. എന്നിട്ട് നമ്മൾ നേരെ ഒരു ബോംബ് അങ്ങോട്ട് എടുത്ത് എറിയും ഗൈസ്. നമ്മൾ പോലീസുകാർ മിക്കപ്പോഴും അങ്ങനെയല്ല ഗൈസ്. ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. അതിനകത്ത് നമ്മൾ ബോംബ് നമ്മൾ കഴിക്കുന്നത്. കളിക്കണം മരയെ കളിക്കണം. ഞാൻ കൊല്ലാൻ തന്നെ വന്ന. പിന്നെ കൊന്നാളെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സോംബിനെ കൊന്നതിന് നമുക്കിപ്പോൾ 500 എത്രയോ സംതിങ് ആയിരുന്നു. നമ്മളിപ്പോൾ 1000 ആയി. മോനെ സുമാരെന്താണ്? ഗൈസ്, നമ്മൾ ചത്തെന്ന് തോന്നുന്നു. 0 ഡെത്ത്സ്. നമ്മളൊന്നും കൂടി റീസ്പോൺ ആവാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. നമ്മളെന്തായാലും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റീസ്റ്റാർട്ടല്ല, റീവൈൻഡ് അങ്ങനെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അവൻ്റെ അടുത്ത് പോയാലോ? പോണോ ഗൈസ്? നിങ്ങൾ പറ. വേണ്ടല്ലേ? വണ്ടി ഒന്ന് മാറ്റാം ഗൈസ്. ഈ വണ്ടിയെ കുറച്ചും കൂടി നൈസാണ് പിടിക്കാം.
നമുക്ക് മറ്റേ ബനാന ഷോപ്പില്ലേ, പൈസ എടുത്താൽ പോലീസിനെ വിളിക്കുന്നൊക്കെ, അവൻ്റെ കയ്യിൽ പൈസ എടുക്കണമെന്നാണ് എൻ്റെ. അപ്പോൾ നമ്മളൊരാളെ ഇടിച്ചിട്ട് രണ്ടാമത്തെ ആളൊന്നും ഇടിച്ചില്ല. കിട്ടി രണ്ടെണ്ണം. ജീപ്പ് ജിപ്സി. ഇതെൻ്റെ ഇതിനകത്തുള്ള ഒരു ഫേവറേറ്റ് വണ്ടിയാണ്. ഇത് നല്ല സ്മൂത്തായിട്ട് കൺട്രോൾ, എനിക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണിത്. സൂപ്പർ വണ്ടിയാണ് ഇത്. ഇതൊക്കെ വെച്ച് നമ്മൾ മറ്റേ ഇങ്ങോട്ട് ചാടിയാണുള്ളത്. നമ്മുടെ ഹെലികോപ്റ്റർ, മഞ്ഞ ഹെലികോപ്റ്ററുള്ള ഈസി ആയിട്ട് എത്തുന്നത്. ചെറുതായിട്ടാണ് ബുഗാട്ടി. ഇത് വേണം ആ പോലീസ് ചത്ത് ബുഗാട്ടി ഇടിച്ച്. നമ്മൾ ദൂരെ പോയാൽ പോലീസ് വെക്കും. എങ്ങോട്ടേലൊക്കെ പൊക്കോ. സ്റ്റോപ്പ്. കണ്ട പക്ഷെ ഒന്ന് റൗണ്ട് അടിക്കുമ്പോൾ പോലീസൊക്കെ പോയി. പുതിയ ബുഗാട്ടിക്ക് ഇപ്പോൾ വാണ്ടഡ് ആയിരിക്കും. ആരാണോ ബുഗാട്ടി? നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതുവരെ ആണ് ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ 938 എന്തോ ഉണ്ട്. അത് നമുക്ക് 1000-2000 എത്ര ഉണ്ടായിരുന്നു, 1000 ആയിരുന്നു തോന്നുന്നു. അത് നമ്മൾ എന്തോ അറിയാതെ മത്തങ്ങ എന്തൊക്കെ മേടിച്ച പൈസ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പൈസ എടുത്ത് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടപ്പോൾ പിടിക്കുന്ന അത്രേ ഉള്ളൂ. പൈസ പോയി 500 രൂപയാണ്ടൊക്കെ പോയി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പൈസ എടുത്ത് ഇപ്പോൾ പോലീസ് വരുമ്പോൾ ഇല്ല, രാവിലേക്ക് പോലീസ് വരുന്നു. വന്നല്ലേ. ഈ പോലീസ് വരുന്ന കാര്യമേ ഞാൻ ഇതിന് മുമ്പ് കണ്ടപ്പോഴേ കുറച്ചൊരു കമൻറ്റ് ഇട്ടായിരുന്നു, ഇതിന് മുമ്പ് ഇങ്ങനെ പോലീസൊന്നും വരത്തില്ലായിരുന്നു എന്നൊക്കെ. പക്ഷെ അത് ആരാണ് കമൻറ്റ് ഇട്ടാൽ എനിക്കറിയത്തില്ല. സോറി ഗൈസ്, അങ്ങനെയല്ല കമൻറ്റ് ഇട്ടത്. പോലീസ് വരുമ്പോഴേ നമ്മൾ എന്തുവാ ഇത് ഈ മലയുടെ മണ്ടയ്ക്ക് കയറിയ പോലീസ് വരത്തില്ല. അതെനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതെന്താണ് മറ്റേ ഇതില്ല, നമ്മളെ ഈസ്റ്റർ എക്സ് മറ്റേ കുറേ സാധനങ്ങൾ സീക്രട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ കണ്ടായിരുന്നല്ലോ ഗൈസ്.
ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടില്ലേ ഗൈസ്, എന്തോ മൊത്തമുള്ളൊരു അമ്പലം, എന്തോ കോടൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ അടിച്ചില്ലായിരുന്നു ഗൈസ്. പിന്നെന്തോ ഒരു കോടാലി, അത് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഗൈസ് ഞാനത്. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ കുറച്ച് പൈസ എടുക്കാനില്ലേ, ഇവിടെ അങ്ങോട്ട് പോകാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാറുണ്ട്. അത് എവിടെയാണെന്ന് എത്തുമ്പോൾ കാണാം ഗൈസ്. ഇത് കണ്ടോ, നമുക്ക് ബാങ്കില്ലേ, ബാങ്കിലും കൂടി ഒന്ന് പോകണം. ബാങ്കില്ലേ, അവിടെയും കൂടി ഒന്ന് പോകണം ഗൈസ്. നമുക്ക് ബാങ്കിലും കൂടി ഒന്ന് പോകണം. അതിന് മുമ്പേ നമുക്ക് ഇവിടെ പോയി നോക്കാം. ഇവിടെ നമ്മളധികം വന്നിട്ടില്ല. നമ്മൾ ഇവിടെ ഇതുപോലെ പൈസയുള്ള സ്ഥലം വല്ലതും ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. നോക്കിയിട്ടും പോകാം. പിന്നെ ഇത് എയർപോർട്ടല്ലേ, ഇത് നീല ബുഗാട്ടി തോന്നി. റൈറ്റ്, എയർപോർട്ട് ഉണ്ട്. നമ്മൾ ഇപ്പുറത്തെ ഒരു സ്ഥലമുണ്ടല്ലോ, വലിയ ട്രക്ക് കിടക്കുന്ന സ്ഥലമില്ലേ, മനസ്സിലായത്? ഡെസേർട്ട് ഡെസേർട്ട് ആ സ്ഥലം അറിയാമല്ലോ നിങ്ങൾക്ക്. അവിടെ നമ്മൾ പോയപ്പോൾ ഒരു വലിയ ട്രക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തേക്ക് ഇവിടെ കുറേ വണ്ടിയുണ്ട് ഗൈസ് എയർപോർട്ട്. അത് ഒന്ന് എടുത്തിട്ട് പോകാം. ഏതൊരു വണ്ടി ഗൈസ്, ഓട്ടോറിക്ഷ ജീപ്പ് തന്നെയാണ് ഗൈസ് നല്ലത്. ഇവിടെയുള്ള ഒരു വണ്ടി അത്ര ഇതില്ല. ഓട്ടോറിക്ഷയൊക്കെ പെട്ടെന്ന് മറിഞ്ഞു പോകും ഗൈസ്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്കൊന്ന് എടുത്തേക്കാം. നമ്മൾ ഓട്ടോറിക്ഷ അങ്ങനെ ഓടിച്ചിട്ടില്ലല്ലോ. ഓടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു വട്ടം എന്തോ ഓടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ. എന്നാലും നമുക്കതൊന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പ്ലെയിനൊക്കെ നോക്കിയിട്ട് പോവാം. പ്ലെയിനൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് പോകാം. ഈ പ്ലെയിൻ ഓടിക്കാൻ പറ്റുമോ അറിയില്ല. ഓടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കയറ് ഇങ്ങോട്ട് ചാടാം. ഇങ്ങനെ കയറാം. അത് പറ, ഏതൊരു വെന്റിൻ്റെ ഉള്ളിൽ വെണ്ടല്ലല്ലോ, ഏതോ സംഭവത്തിന് മണ്ടക്കേറി ചാടിയിട്ടുണ്ട്. എന്ത് ഇവിടാണ്? ഇതാണ് എയർപോർട്ട്. എന്താ ഗൈസ്, നമ്മൾ ഇവിടെ എത്തി. എന്തൊക്കെയാണ് അടിയിൽ ചാടും. ഇവിടെ പ്ലെയിൻ. ദേ കിടക്കുന്ന പ്ലെയിൻ. 2 പ്ലെയിനേ ഉള്ള. നമ്മുടെ മറ്റേ എയർപോർട്ടിലൊക്കെ പ്ലെയിനൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നതും തിരിച്ചു വരുന്നതൊക്കെ കാണത്തില്ലേ, ലാൻഡ് ചെയ്യുന്നതൊക്കെ. അതൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് നോക്കിയാൽ ഈ മിക്കപ്പോഴും മറ്റേതൊക്കെ ഇത് എന്താണ് ഹെലികോപ്റ്ററൊക്കെ പറഞ്ഞു നോക്കില്ലേ, അതുപോലെ പ്ലെയിനും ഉണ്ടോയെന്ന് നോക്കാം. എന്താണ്? മത്തങ്ങയായിരുന്നു. ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഇവിടെ മറ്റേ നമ്മുടെ ഇതില്ലേ ഹാക്കിംഗ് ഡിവൈസില്ലേ, അത് കണക്കെന്തോ തിളങ്ങി. ഞാൻ എന്തെങ്കിലും ഇതേപോലെ ആയിരിക്കും. റെഡ് ഹെലികോപ്റ്റർ, ബ്ലാക്ക് ഹെലികോപ്റ്റർ, ബ്ലാക്ക് അല്ല ഗ്രേ. കൊള്ളാം. ഇതാ മഞ്ഞ് വീഴുന്നതല്ല, മേഘം. മഞ്ഞ് വീഴുന്നില്ല അതിൻ്റെ ഇടയ്ക്ക്. ഈ കണ്ട നീ ഇങ്ങനെ എന്തോ പോണ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് അതിൻ്റെ ലൈറ്റാണ്, അതുകൊണ്ടാണ് നിർത്തിയത്. ഇടിക്കല്ലേ. പ്ലെയിനിനെ അങ്ങനെ പൊട്ടിത്തെറിക്കൊന്നും അറിയത്തില്ല ഇന്നത്തെ പ്ലെയിനൊക്കെ. ഫാനൊക്കെ കണ്ട ഗസ്റ്റൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണേ. ഹെൽത്ത്. ടേക്ക് ഓഫ് ഇതെന്താണ് വർക്കാവാത്ത? ചുമ്മാതെ എങ്ങനെ ഹെൽത്ത് കുറയുന്നത്? ഇതെന്താണ്, എവിടാ കത്തിയത്? ഫ്രണ്ടിൽ കത്തി. ഇതെന്താ ഓടിക്കാൻ പറ്റുമല്ലോ.
പക്ഷേ ഓഗസ്റ്റ് പറ്റുന്നില്ല, ആ പ്ലെയിൻ പോയി, മാഞ്ഞു പോയി. പക്ഷെ നമുക്ക് ആ പ്ലെയിൻ ഓടിക്കാൻ പറ്റുമോ? ഇത് മറ്റേ വണ്ടിയാണ് ഗൈസ്, മറ്റേ പ്ലെയിനിൽ ആൾക്കാരെ ഇറക്കാനൊരു സ്റ്റെപ്പില്ല, അത് ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ ആ വണ്ടിയാണ്. മനസ്സിലായി കാണുന്നല്ലേ, ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ്. ഓ ഗൈസ് ഇത് കണ്ട, ഇതൊരു നൈസ് പ്ലെയിനാണ്, ഇത് കൊള്ളാം. ഈ പ്ലെയിൻ കൊള്ളാം. ഇതിന് മറ്റേ സംഭവം സൈഡിലാണ് നമ്മുടെ റോക്കറ്റ് പോലെ ഗ്യാസ് ഇങ്ങനെ പറക്കുന്നതാണ്. ഇത് ഓടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പറ്റും ഇത് കുറച്ച് ചെറിയ പ്ലെയിനാണ്. ഇത് ഓടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. കുറച്ച് സൈഡിലോട്ടാക്കാൻ വെച്ചാൽ അല്ലെങ്കിൽ നേരെ പോയിരിക്കും. മതി കണ്ടാ ഗൈസ്, എന്തോ കുറേ കൂടി ഇങ്ങനെ വൈബ്രേഷൻ പോലെ വന്നു. നമ്മൾ താഴോട്ടാക്കുമ്പോൾ മേലോട്ട് പോകണം, മേലോട്ടാക്കുമ്പോൾ താഴോട്ടും. അയ്യോ പോയി ദേവോണം മറ്റേ ടേക്ക് ഓഫ് ആയ പ്ലെയിൻ ഗൈസ്. നമ്മളിനി സത്യത്തിലും പ്ലെയിന് റിയൽ ലൈഫ് പോലെ സ്പീഡുണ്ട് ഗൈസ് ഗെയിമിലേക്ക്. കണ്ടോ, നമ്മളെത്ര 1 കിലോമീറ്റർ എന്തോ ഇപ്പുറത്തോട്ട് വന്ന് കടലിൽ വന്ന് ഗൈസ്. നമ്മൾ കുറച്ച് മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൗണ്ട് എഫക്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഗൈസ്, മഴയൊന്നുമില്ല. മഴ ഉണ്ടായിരുന്നെങ്കിൽ ഗൈസ് നമുക്ക് മഴയത്ത് കുളിക്കായിരുന്നു. നമ്മൾ കുളിക്കുന്നത് എങ്ങനെയാണ് ഇതിനകത്തെ മുങ്ങാൻ പറ്റിയായിരുന്നു, ഈ കടലിൽ തന്നെ കുളിക്കായിരുന്നു. ഇത് മുങ്ങാൻ പറ്റത്തില്ല, എന്താണെന്നത് നമ്മളെന്തിനാണ് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത്, സൂം ചെയ്ത് സ്കോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഒരിത് മേടിച്ചിട്ടുണ്ട്, നമ്മുടെ ഗെയിമിങ് ചെയർ വണ്ടിയിൽ. അയ്യോ ഗൈസ് പൈസ പോയി ഗൈസ്, ചുമ്മാ ഉണ്ട് പൈസ എല്ലാം പോയിരുന്നെങ്കിൽ. ഇത് അത്ര പെട്ടെന്നൊന്നും മറിഞ്ഞ് വീഴത്തില്ല. ഇതിന് ചിലപ്പോഴൊക്കെ സൗണ്ട് വരുന്നു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. നൈട്രോട് മാത്രമേ കാണത്തുള്ളൂ, ഇതിൻ്റെ നൈട്രോ കംപ്ലൈൻ്റ് ആണെന്ന്. പോളാവുന്നു. പൊക്കെ സൈഡിൽ കൂടെ കയറ്റി പോകണം. കണ്ട നമ്മൾ ഒരു ട്രിക്കല്ല, എല്ലാവരും ഇങ്ങനെ ആയിരിക്കും കയറ്റിക്കോളാം, എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഇങ്ങനെ ആദ്യം സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വീല് കയറ്റി, അപ്പോൾ ബാക്കി വീലങ്ങ് കയറിക്കോളും. അല്ലെങ്കിൽ ചില വണ്ടിക്ക് തന്നെ ഇട്ടോ അങ്ങ് പോകുമ്പോൾ ചടവടന്ന് സ്പീഡ് കൂടി കയറിക്കോളും. അപ്പോൾ നമ്മുടെ ഈ റോബ്ലോക്സിൻ്റെ റിച്ചി മിഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് റോബ്ലോക്സ് അല്ലല്ലോ, ഡൂർത്ത് ഫെയർ റോബ്ലോക്സ് എന്ന് ഞാൻ പറഞ്ഞു. റോബ്ലോക്സ് കളിക്കാൻ കുറേ പേര് പറഞ്ഞായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും റോബ്ലോക്സ് കളിക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും നമ്മൾ റോബ്ലോക്സ് കളിക്കുക. അതായത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അധികം നാളൊന്നുമില്ല, അതിൽ കുറച്ച് കൂടുതൽ കമൻറ്റ് വന്നിരിക്കുന്നത് റോബ്ലോക്സ് എന്നാണ്. റോബ്ലോക്സിലെ ഇത് എന്താണ്, റോബ്ലോക്സ് ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആണ്. കുറച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ട്രെൻഡിങ് ആണ്. കുറേ ഇപ്പം തന്നെ കുറേ എന്താണ് ഗെയിമേഴ്സ് ഇപ്പോൾ റോബ്ലോക്സ് ഒക്കെ കളിച്ചിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ പിന്നെ ഞാൻ കളിക്കാതിരിക്കുന്നത്, എന്തായാലും കളിച്ചിരിക്കും. പിന്നെയൊക്കെ നമുക്ക് കുറച്ച് കമൻറ്റേ വരുന്നുള്ളൂ. പിന്നെ ചാനൽ കാണുന്ന
കുറച്ച് ശതമാനം പേര് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, മറക്കാതെ കാണുക. പിന്നെ ഇത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ നമ്മുടെ ടിങ്കിൾ അല്ലല്ലോ സാന്റാക്ലോസിൻ്റെ അടുത്ത് പോകണം. നോർത്ത് പോളിൽ പോകാൻ പറ്റിയ ട്രെയിൻ ഇല്ലേ അത്. എന്തൊക്കെ കളിയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇനി 3000 rupees കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. എന്ത് നമ്മൾ ഡൂഡസ്ക്വയർ കളിച്ച് ഈ സിംഗിൾ പ്ലെയർ ഡൂഡസ്ക്വയർ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡൂഡസ്ക്വയറിൻ്റെ മറ്റേ മൾട്ടിപ്ലെയർ ആയിരിക്കും കളിക്കുന്നത്. അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മൾട്ടിപ്ലെയർ ആയതുകൊണ്ട് ഷൂട്ടിങ്, അതായത് നമ്മുടെ ടീമായിട്ടാണ്, ബ്ലൂ ടീമാണ് നമ്മൾ എന്നാണ് എല്ലാവരും പറഞ്ഞത്. എല്ലാത്തിനും മിക്കപ്പോഴും റെഡ് ആയിരിക്കും സപ്പോസ് പറയേണ്ട ആവശ്യമില്ല. 332 രൂപയ്ക്ക് ഡോളറിന് $332 ഈ വണ്ടിക്ക് എത്രയാ? 200 കൂടുതൽ പോകാൻ ചാൻസ് ഇല്ല. 4 രൂപയാ, 100 പോലും പോയില്ല. ഈ വണ്ടി എടുത്തോണ്ടങ്ങ് പോകാം. ദൈവമാണ് ബ്രേക്ക് പിടിച്ചിട്ട് എന്നാൽ പോകത്തില്ല. എന്താ അതേ പോകണം. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇത് സൺസെറ്റ് കണ്ടിട്ട് അങ്ങ് പോയാലോ. സൺസെറ്റ് അല്ല കഴിച്ച് രാവിലെ ആവുന്നത് കണ്ടിട്ട് പോകാം. സൺസെറ്റ് കഴിഞ്ഞായിരുന്നു, നമുക്ക് രാവിലെ ആവുന്നതെന്ന് കണ്ടിട്ട് പോകാം. ഇപ്പോൾ ഒരു വെളുപ്പിന് സമയമൊക്കെയാണ് കഴിച്ച്, വെളുപ്പിന് 6 മണിയൊക്കെയാണെന്ന് തോന്നുന്നു. ആയിട്ടുണ്ട് കഴിച്ച്, നേരം വെളുപ്പ്. അമ്മ ഡാൻസ് തുടങ്ങും. ഡാൻസ് ഇവിടെ ആയിരുന്നു. അതേ സൈഡ് കണ്ട. ഇത് ടോയ് ഷോപ്പ്, ഇത് ഹോട്ടല്, ഇത് ഡൂഡ് മാർട്ട്, ഇത് ഗൺ ഷോപ്പ്, അത് വാട്ടർ ടാങ്ക്. ഇത് സൂപ്പറാണ്, എല്ലാം അറിയാം. നമുക്ക് ഇതൊക്കെ പഠിച്ചു. അവിടെ ആ വണ്ടിയെ കയറാൻ പറ്റില്ലേ? 1 2 3 1009 രൂപ. ഫൈനലി പിന്നെ 1000 ആയിട്ട്. അത് നമ്മളെ വണ്ടിയെ ഒന്ന് ഇടിച്ച് പൊളിച്ചിട്ട് പോയി. ഞാൻ റിച്ചിയുടെ വീട് ഏതാണെന്ന് ചോദിച്ചപ്പോഴേ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു. റിച്ചിയുടെ വീട് ബ്ലൂ വീടാണ്. നമ്മൾ റിച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലാണല്ലോ. എന്നാലും നിങ്ങൾ പറഞ്ഞ് ബ്ലൂ വീട് പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെ അതെ റിച്ചിയുടെ വീട്. ചുമ്മാ അല്ല റിച്ചിനെയൊക്കെ പിടിക്കുന്നത്.
40 രൂപയായി ഗൈസ്. 33 സെക്കൻഡിൽ 30 സെക്കൻഡിൽ. അയ്യോ ഗൈസ്, നമ്മളിത് 100 രൂപ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. ഓ ഗൈസ് 60 രൂപ. ഓ 70 ഗൈസ്, കിട്ടും. 80 90 അത് 90 കിട്ടും ഗൈസ് നമുക്ക് 100 രൂപ. അയ്യോ എന്താണ്? ഓ ഗൈസ്, നമ്മൾ മറ്റേ കടയിൽ നിന്ന് പൈസ എടുത്ത് അതിൻ്റെ വാണ്ടഡ് ഇപ്പോഴാണ് വരുന്നത്. കളിച്ചോണ്ടിരുന്നപ്പോൾ അതിൻ്റെ വാണ്ടഡ് വന്ന്. എത്ര രൂപയാണ് ഗൈസ് നമ്മുടെ മറ്റേ മേടിക്കണ്ടത്? നമുക്ക് 1009 രൂപയുള്ളായിരുന്നു. പോലീസ് പിടിച്ചപ്പോൾ 1099 അല്ല 1067 99 രൂപ നമ്മൾ എടുത്ത്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ബാസ്കറ്റ് ബോളിൻ്റെ പൈസ ഇല്ല, അല്ലാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച പൈസയില്ലല്ലോ. കുഴപ്പമില്ല. പോലീസ് വണ്ടി പോപ്പോ കാർ. ചെടിച്ചട്ടിനുള്ളിലേക്കൊക്കെ ഗ്ലിച്ചടിച്ചു പോയി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ ഗൈസ്.